ഹലോ ഗൈസ്, ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് സീരീസിലെ ആറാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു സീരീസിലൂടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് എങ്ങനെ ക്രിപ്റ്റോ ട്രേഡിംഗ് പഠിക്കുക എന്നുള്ള കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു ട്രേഡിംഗ് സ്കില്ല് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഓഫീസ് അവേഴ്സിന് ശേഷം എല്ലാം തന്നെ ക്ലാസ്സിനെല്ലാം ശേഷം നമുക്ക് എങ്ങനെ അഡീഷണൽ ആയിട്ട് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാം, അത്തരം കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് റിലേറ്റഡ് ആയിട്ട് മുന്നോട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കാൻഡിൽ സ്റ്റിക്സ് ആണ്. എന്താണ് കാൻഡിൽ സ്റ്റിക്സ്, അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ നമുക്കൊരു കാൻഡിൽ സ്റ്റിക്സ് റീഡ് ചെയ്യാം, അതുപോലെ ഒരു ചാർട്ട് എങ്ങനെ റീഡ് ചെയ്യാം, അത്തരം കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഡയറക്റ്റ്ലി ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ നിൽക്കുന്നത് ട്രേഡിംഗ് വ്യൂ എന്നുള്ളൊരു പ്ലാറ്റ്ഫോമിലാണ്. ഇവിടെ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ള ബിറ്റ്കോയിൻ USDTയുടെ 1 hour ടൈം ഫ്രെയിമുള്ള ഒരു കാൻഡിൽ സ്റ്റിക് ചാർട്ടാണ് നമ്മളിവിടെ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മുന്നോട്ട് വരുന്ന സമയത്ത് നമ്മുടെ മാർക്കറ്റ് അനാലിസിസ് മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമാണ്, ട്രേഡിംഗ് വ്യൂ എന്നുള്ള ഈ ഒരു പ്ലാറ്റ്ഫോമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ ഇത് എങ്ങനെ ഉപയോഗിക്കാം, അത്തരം കാര്യങ്ങളെല്ലാം കവർ ചെയ്തുകൊണ്ട് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു, നമ്മളിവിടെ ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു കാൻഡിൽ സ്റ്റിക് ചാർട്ടാണെന്നുള്ളത് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിനകത്ത് തന്നെ ഒരുപാട് ചാർട്ട് ടൈപ്സ് ഇന്ന് അവൈലബിൾ ആണ്. നമ്മളിവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാം, ഇത്തരത്തിലുള്ള ലൈൻ എന്നുള്ള ഈ ഒരു ചാർട്ട് ടൈപ്സ് അവൈലബിൾ ആണ്. അതുപോലെ ബേസ് ലൈൻ എന്നുള്ള ഇത്തരത്തിലുള്ള വേറൊരു ചാർട്ട് ടൈപ്സ് അവൈലബിൾ ആണ്. ഇവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാർസ് എന്നുള്ള ഇത്തരത്തിലുള്ള ഒരു ചാർട്ട് ടൈപ്സ് അവൈലബിൾ ആണ്. അങ്ങനെ ഒരുപാട് ചാർട്ട് ടൈപ്സ് അവൈലബിൾ ആണ്. ഇതിൽ ഏത് വേണമെന്നിട്ടുള്ള യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അനാലിസിസ് കാര്യങ്ങളെല്ലാം ചെയ്യാം. എന്നിട്ട് നമുക്ക് ട്രേഡ്, ഇൻവെസ്റ്റ്മെൻറ്റ് അത്തരം കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ്, ട്രേഡിംഗ് അത്തരം കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു ചാർട്ട് ടൈപ്സ് ആണ് ഈ ഒരു കാൻഡിൽ സ്റ്റിക് ചാർട്ട് എന്നുള്ളത്. ബേസിക്കലി ഒരു ചാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ ഐറ്റത്തിൻ്റെ പ്രൈസ് ഒരു പർട്ടിക്കുലർ ടൈമിനുള്ളിൽ എത്രത്തോളം കൂടി എത്രത്തോളം കുറഞ്ഞു അതെല്ലാം കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്രാഫിക്കൽ ടൂൾ മാത്രമാണ് ഈ ഒരു ചാർട്ട് എന്നുള്ളത്. അതുപോലെ നമ്മളിവിടെ പറഞ്ഞു, നമ്മളിവിടെ ഓപ്പൺ ചെയ്തിട്ടുള്ള ബിറ്റ്കോയിൻ USDTയുടെ 1 hour ടൈം ഫ്രെയിമിലുള്ള ഒരു ചാർട്ടാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് പറയുന്നത് ഇവിടെ കാണുന്ന ഓരോ ലൈൻസും റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസിൽ എത്ര മാറ്റം വന്നു, എത്ര കൂടി എത്ര കുറഞ്ഞു എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് ലൈൻസ് കാണാം. ഇതിൽ ഓരോ ലൈൻസിനെയും പറയുന്ന പേരാണ് കാൻഡിൽ എന്നുള്ളത്. അപ്പോൾ ഈ ഓരോ ക്യാൻഡിലും പറയുന്നത് ഒരു മണിക്കൂറിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസിൽ എത്ര ഇൻക്രീസ് വന്നിട്ടുണ്ട്, അതുപോലെ എത്ര ഡിക്രീസ് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അതുപോലെ നമുക്കിവിടെ വേണമെന്നുണ്ടെങ്കിൽ പല ടൈം ഫ്രെയിംസിലുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നമുക്ക് 30 മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിം പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 30 മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമാണ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന ഓരോ ക്യാൻഡിലും പറയുന്നത് എന്താണ്, 30 മിനിറ്റിനുള്ളിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസിൽ എത്രത്തോളം മാറ്റം വന്നു, അതുപോലെ എത്രത്തോളം ചേഞ്ചസ് വന്നു എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. നമ്മൾ വീണ്ടും നമ്മൾ 1 hour ടൈം ഫ്രെയിം തന്നെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈം ഫ്രെയിമിനെ കുറിച്ചിട്ട് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിന് വേണ്ടി ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട്. ഇതുകൂടി നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ വളരെ ലെങ്ത് ആവും. അത് കാരണം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ പറയുന്നുണ്ട് നമുക്ക് നമ്മുടെ ട്രേഡിന് വേണ്ടിയിട്ട് ഏത് ടൈം ഫ്രെയിമാണ് യൂസ് ചെയ്യേണ്ടത്, അത്തരം കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് നമ്മൾ ആ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു, നമ്മൾ ഈ ഒരു ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് 2 തരത്തിലുള്ള ക്യാൻഡിൽസ് അവൈലബിൾ ആണ്. ഒരു ഗ്രീൻ ക്യാൻഡിൽ ഉണ്ട്, അതുപോലെ ഒരു റെഡ് ക്യാൻഡിൽ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ പ്രൈസ് കൂടുന്ന സമയത്ത് ഈ ഒരു ചാർട്ടിൽ ഫോം ചെയ്യുന്ന ഒരു ക്യാൻഡിലാണ് ഈ ഗ്രീൻ ക്യാൻഡിൽ. ഇതിന് പറയുന്ന പേരാണ് ബുള്ളിഷ് ക്യാൻഡിൽ എന്ന്. അതുപോലെ ബിറ്റ്കോയിൻ പ്രൈസ് കുറയുന്ന സമയത്ത് ഈ ഒരു ചാർട്ടിൽ ഫോം ചെയ്യുന്ന ക്യാൻഡിലിൻ്റെ പേരാണ് റെഡ് ക്യാൻഡിൽ എന്ന്. അതിന് പറയുന്ന പേരാണ് ബെയറിഷ് ക്യാൻഡിൽ എന്ന് പറയും. അപ്പോൾ ഇത്തരത്തിലാണ് ഒരു കാൻഡിൽ സ്റ്റിക് ചാർട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാൻഡിൽ സ്റ്റിക് ചാർട്ട് നമുക്ക് നന്നായിട്ട് റീഡ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് നമുക്ക് നല്ല ട്രേഡ്സ് എടുക്കാം, നല്ല പ്രോഫിറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇതിൽ ഓരോ ക്യാൻഡിൽസും ഓരോ സ്റ്റോറി പറയുന്നുണ്ട്. ഇതിന് ബിറ്റ്കോയിൻ്റെ പ്രൈസിൽ എന്ത് സംഭവിക്കും എന്നുള്ള ഓരോ സ്റ്റോറി പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് നന്നായിട്ട് റീഡ് ചെയ്യാൻ പറ്റുകയാണ്, അതുപോലെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നല്ല ട്രേഡ്സ് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു കാൻഡിൽ സ്റ്റിക്സ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യാം. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഒരു കാൻഡിൽ സ്റ്റിക്സിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ നോക്കി കഴിഞ്ഞാൽ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ അവൈലബിൾ ആണ്, അതുപോലെ ഒരു ബെയറിഷ് ക്യാൻഡിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാം, ഇതിന് എല്ലാ ക്യാൻഡിൽസിനും മെയിനായിട്ട് 4 പോയിന്റ്സ് ആണുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് ഈ പോയിന്റ്സ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്യാൻഡിൽ നമുക്ക് നന്നായിട്ട് റീഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റത്തെ പോയിന്റ് എന്നുള്ള ഓപ്പൺ പ്രൈസ്, നമ്മളിവിടെ എടുത്തിട്ടുള്ള ഒരു 1 hour ടൈം ഫ്രെയിമിൽ ഒരു ക്യാൻഡിലാണ് എടുത്തിട്ടുണ്ടെന്നിട്ട് ഈ ഒരു ക്യാൻഡിൽ എവിടെയാണോ ഓപ്പൺ ചെയ്തില്ല ആ ഒരു പ്രൈസിനെ പറയുന്ന പേരാണ് ഓപ്പൺ പ്രൈസ് എന്നുള്ളത്. ഇതിൽ രണ്ടാമത്തെ പോയിന്റ് ആണ് ക്ലോസിംഗ് പ്രൈസ് എന്നുള്ളത്. ക്ലോസിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ഒരു മണിക്കൂർ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പർട്ടിക്കുലർ ഐറ്റത്തിൻ്റെ പ്രൈസ് എവിടെ ഉണ്ടായിരുന്നത് ആ ഒരു പോയിന്റിന് പറയുന്ന പേരാണ് ഇതിന് ക്ലോസിംഗ് പ്രൈസ് എന്നുള്ളത്. ഇനി മൂന്നാമത്തെ പോയിന്റ് ആണ് അപ്പർ പ്രൈസ് എന്ന് പറയും. അപ്പർ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിൽ ഈ ഐറ്റത്തിൻ്റെ പ്രൈസ് ഏത് പോയിന്റ് വരെ മാക്സിമം എത്തി ആ ഒരു പോയിന്റിനെ കാണിക്കുന്ന പോയിന്റിനെ പറയുന്ന പേരാണ് അപ്പർ പ്രൈസ് എന്നുള്ളത്. ഇതിന് അപ്പർ വിക്ക് എന്ന് പറയാറുണ്ട്, അതുപോലെ അപ്പർ ഷാഡോ എന്നും പറയാറുണ്ട്. ഇനി നാലാമത്തെ പോയിന്റ് എന്നുള്ളത് ലോവർ പ്രൈസ് ആണ്. ലോവർ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നിട്ട് 1 hourൽ ഈ ഒരു
പർട്ടിക്കുലർ ഐറ്റത്തിൻ്റെ പ്രൈസ് ഏറ്റവും കുറഞ്ഞു നിന്നിരുന്ന പോയിന്റ് ഏതാണോ ആ ഒരു പോയിന്റിനെ പറയുന്ന പേരാണ് ലോവർ വിക്ക് എന്നുള്ളത്. ഇതിന് ലോവർ പ്രൈസ് എന്നുള്ളത്, ഇതിന് ലോവർ വിക്ക് എന്നും പറയാറുണ്ട്, അതുപോലെ ലോവർ ഷാഡോ എന്നും പറയാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലാണ് ഒരു ബുള്ളിഷ് ക്യാൻഡിലിൻ്റെ മെയിനായിട്ട് 4 പോയിന്റ്സ് വരുന്നത് ഇതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിയോട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്യാൻഡിലിന് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഓപ്പൺ ചെയ്ത് ഈ ഒരു പ്രൈസിലാണ് പ്രൈസ് എന്ത് ചെയ്ത് കുറച്ച് താഴേക്ക് വന്നു, അങ്ങനെ ഈ ഒരു ലോവർ പോയിന്റ് ക്രിയേറ്റ് ചെയ്തു. ലോവർ പോയിന്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ഡിമാൻഡ് കൂടിയ ഒരു ഐറ്റത്തിൻ്റെ ഡിമാൻഡ് കൂടിയ സമയത്ത് ഈ ഇതിൻ്റെ എന്താ പ്രൈസ് കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് പ്രൈസ് മുകളിലേക്ക് പോയി ഏകദേശം ഈ ഒരു പോയിന്റിൽ വന്ന് ഇതിൻ്റെ അപ്പർ പ്രൈസ് ക്രിയേറ്റ് ചെയ്ത് കുറച്ച് താഴെ വന്ന് ഇവിടെ എത്തിയപ്പോൾ ഏകദേശം ഇത് 1 hour കംപ്ലീറ്റ് ചെയ്തപ്പോൾ എന്താ ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ആയി, അതിൻ്റെ ക്ലോസിംഗ് പ്രൈസ് ഇവിടെ മാർക്ക് ചെയ്തെന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് എന്താണ്, ഇവിടെ ഈ ഒരു ക്യാൻഡിൽ ഇവിടെ ക്ലോസ് ചെയ്തു. ഇനി നെക്സ്റ്റ് ആയിട്ട് ഒരു ക്യാൻഡിൽ ഫോം ചെയ്യും. ആ ഒരു ഫോം ചെയ്യുന്ന ക്യാൻഡിൽ പ്രൈസ് വീണ്ടും മുകളിലേക്ക് കാണുന്നുണ്ട്. ഇത്തരത്തിലൊരു ബുള്ളിഷ് ക്യാൻഡിലേക്കാണ് ഇവിടെ ഫോം ചെയ്യൽ. അതിൻ്റെ ഓപ്പൺ പ്രൈസ് ഏകദേശം ഈ ഒരു പോയിന്റിലേക്കാറും ക്ലോസിംഗ് പ്രൈസ് എന്നുള്ള ഏകദേശം ഈ ഒരു പോയിന്റിലേക്കാണെന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലാണ് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ വർക്ക് ആവുന്നത്. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഒരു ബാരിഷ് ക്യാൻഡിലിൻ്റെ പാർട്സ് ആയിട്ട് വരുന്നതെന്നല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെയിം ആയിട്ട് ഇവിടെ എന്താണോ കണ്ടത് സെയിം തന്നെയാണ് ഇവിടെ വരുന്നത്. ഓപ്പൺ പ്രൈസ് ഉണ്ടാവും, എവിടെയാണോ ഈ പ്രീവിയസ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുള്ള അവിടെയാണ് നെക്സ്റ്റ് ക്യാൻഡിൽ ഓപ്പൺ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ ഇവിടെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്തു, ഇത് ക്ലോസ് ചെയ്തിട്ട് നെക്സ്റ്റ് ഫോം ചെയ്യുന്ന ഒരു ബാരിഷ് ക്യാൻഡിൽ ആണെന്നുണ്ടെങ്കിൽ ആ ബാരിഷ് ക്യാൻഡിൽ ഓപ്പണിംഗ് എന്ന് പറയുന്നത് എവിടെയാണോ പ്രീവിയസ് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് അതിന് സിമിലർ ആയിട്ട് ഈ ഒരു പോയിന്റിൽ തന്നെ ആവുന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ബാരിഷ് ക്യാൻഡിൽ ഓപ്പൺ ചെയ്ത് പ്രൈസ് എന്ത് ചെയ്ത് കുറച്ച് മുകളിലേക്ക് പോയിട്ട് ഇതിൻ്റെ അപ്പർ പ്രൈസ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ സെക്കൻഡായിട്ട് വരുന്നതിൻ്റെ പാർട്ടാണ് അപ്പർ പ്രൈസ് എന്നുള്ളത്. അപ്പർ വിക്ക്, അപ്പർ ഷാഡോ എന്നൊക്കെ പറയും. അപ്പോൾ ഈ ഒരു അപ്പർ പോയിന്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പ്രൈസ് എന്ത് ചെയ്തു, നല്ലോണം താഴേക്ക് വന്ന് ഈ ഒരു ലോവർ പോയിന്റും ക്രിയേറ്റ് ചെയ്തു. ലോവർ വിക്ക്, ലോവർ ഷാഡോ എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പ്രൈസ് എന്ത് ചെയ്തു, കുറച്ച് മുകളിലേക്ക് പോയിട്ട് ഏകദേശം ഈ ഒരു പോയിന്റിലെത്തിയപ്പോൾ ഇവിടെ എന്ത് ചെയ്തു 1 hour കംപ്ലീറ്റ് ചെയ്തിട്ട് ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു 4ാമത്തെ പോയിന്റാണ് ക്ലോസിംഗ് പ്രൈസ് എന്നുള്ളത്. നമുക്കിവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം, ഒരു ബുള്ളിഷ് ക്യാൻഡിലായാലും ബാരിഷ് ക്യാൻഡിലായാലും അതിൽ വരുന്ന കണ്ടൻസ് ഒക്കെ സെയിം തന്നെയാണ്. പക്ഷെ എന്താണ്, ഓപ്പണിങ്ങും ക്ലോസിംഗ് പ്രൈസും ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി നമുക്ക് നമ്മുടെ ഒരു റിയൽ ഗ്രാഫിൽ എടുത്തുകൊണ്ട് നമുക്ക് ഒരു ബുള്ളിഷ് ക്യാൻഡിലും ബാരിഷ് ക്യാൻഡിലും മനസ്സിലാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യമായിട്ടൊരു ബുള്ളിഷ് ക്യാൻഡിൽ നോക്കാം, ഒരു ബുള്ളിഷ് ക്യാൻഡിലിൻ്റെ എക്സാമ്പിൾ നോക്കാം. ചാർട്ട് കുറച്ചുകൂടി വലുതാക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇത് നല്ലൊരു എക്സാമ്പിളാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇതൊരു ബുള്ളിഷ് ക്യാൻഡിലാണ്. ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് നമ്മൾ ഈ ഒരു ക്യാൻഡിലിനെ കുറിച്ചാണ് മനസ്സിലാക്കാൻ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുള്ള ഏകദേശം ഈ ഒരു പോയിന്റിലായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ക്യാൻഡിൽ ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് പ്രൈസ്, അപ്പോൾ ഇതിൻ്റെ ഓപ്പൺ പ്രൈസ് വരുന്നത് ഇവിടെയാണ്. എന്നിട്ട് പ്രൈസ് എന്ത് ചെയ്തു, താഴേക്ക് വന്നിട്ട് ഇവിടെ ഒരു പോയിന്റ്, ലോവർ പോയിന്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പ്രൈസിന് ഇവിടുന്ന് ഡിമാൻഡ് വന്നപ്പോൾ എന്ത് ചെയ്തു, പ്രൈസ് ഈ ഒരു ഐറ്റത്തിൻ്റെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് കൂടി മുകളിലേക്ക് ഈ ഒരു അപ്പർ പോയിന്റും ക്രിയേറ്റ് ചെയ്തു. അപ്പർ പോയിന്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം കുറച്ചുകൂടി പ്രൈസ് താഴെ വന്നിട്ട് 1 hour കംപ്ലീറ്റ് ചെയ്ത് എന്ത് ചെയ്തു, ഇവിടെ ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലാണ് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഇവിടെ വർക്ക് ആവുന്നത്. നമുക്കൊരു ബാരിഷ് ക്യാൻഡിലിൻ്റെ എക്സാമ്പിൾ നോക്കാം. ഇവിടെ പ്രീവിയസ് ആയിട്ട് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഉണ്ടായിരുന്നു. ബുള്ളിഷ് ക്യാൻഡിൽ ഇവിടെ വന്ന് ക്ലോസ് ചെയ്തു. ഇതിൻ്റെ ക്ലോസിംഗ് പ്രൈസ് വരുന്നത് ഇവിടെ ആയിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് ഒരു ബാരിഷ് പ്രൈസ് പിന്നീട് എന്താ ചെയ്യുന്നത്, നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ പ്രൈസ് നല്ലോണം താഴേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബാരിഷ് ക്യാൻഡിലാണ് നെക്സ്റ്റ് ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഓപ്പണിംഗ് പ്രൈസ് എന്നുള്ള ഏകദേശം ഇവിടെ തന്നെയാണ് വരുന്നത്. എന്നിട്ട് ഇത് കുറച്ചുകൂടി പ്രൈസ് കുറച്ച് മുകളിലേക്ക് പോകാൻ നോക്കിയിട്ടുണ്ട്. അതാണ് ഒരു വിക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ എന്ത് ചെയ്തു, പ്രൈസിന് അവിടുന്ന് പിന്നെ സെല്ലൈസാണ് മാർക്കറ്റിലേക്ക് വരുന്നത്. അപ്പോൾ വരുന്ന സമയത്ത് ഇതിൻ്റെ പ്രൈസ് നല്ലോണം താഴേക്ക് വരികയാണ്. അപ്പോൾ താഴേക്ക് വരുന്ന സമയത്ത് പ്രൈസ് നല്ലോണം താഴേക്ക് വന്നു. ഇവിടെ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കുറച്ച് മുകളിലേക്ക് വന്നിട്ട് ഇവിടെയാണ് ക്ലോസ് ചെയ്തത്. 1 hour കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഈ ഒരു പോയിന്റിലാണ് ഇവിടെ ക്ലോസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലാണ് ഒരു ബുള്ളിഷ് ക്യാൻഡിലും ബാരിഷ് ക്യാൻഡിലും മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കിയിട്ടുള്ളത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ക്യാൻഡിലിനെ കുറിച്ചുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ അറിഞ്ഞു എന്ന് കരുതിയിട്ട് നമുക്ക് നല്ല ട്രേഡ്സ് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. ഇതിൻ്റെ കൂടെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ അതെന്തൊക്കെയെന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് നമ്മൾ മുന്നോട്ട് വരുന്ന വീഡിയോസിൽ നമ്മളിവിടെ കവർ ചെയ്യുന്നതാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ എന്താണ് ക്യാൻഡിൽ സ്റ്റിക്സ്, അതെങ്ങനെ വർക്ക് ചെയ്യുന്നു, അതുപോലെ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് വളരെ ഈസി ആയിട്ട് നമ്മളിവിടെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ കണ്ടിട്ട് നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് നമ്മൾ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കുക. അങ്ങനെയാണ് ഇത്തരം ടോപ്പിക്സ് എല്ലാം ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകളിലേക്ക് ഒരു വീഡിയോ എത്തിക്കുന്നതിന് വളരെ ഹെൽപ്ഫുൾ ആവുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ താഴെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. നമ്മളവിടെ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അതുപോലെ ക്രിപ്റ്റോ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ന്യൂസ് കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നതാണ്. നിങ്ങൾക്കത് വളരെ യൂസ്ഫുൾ ആവുന്നതാണ്. സോ സീ ഗൈസ് വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.